السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي جعل التقوى لباس الصالحين. أحمده سبحانه وتعالى حمد أهل الزهد والقناعة، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبده ورسوله. صلى الله على سيدنا محمد وعلى آله وأصحابه الكرام. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. وقال رسول الله صلى الله عليه وسلم: الأبدال في أمتي 30 بهم تقوم الأرض وبهم تمطرون وبهم تنصرون. صدق رسول الله. يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير إرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين. يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر. എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എൻ്റെ സീബാവാക്കാൽ വാശിയെന്നോവർ. മുരീദൂക്കും ഹായിമു ഫഖീറുൻ ശൈഖി അന്ത മുർഷിദി വ മുറബ്ബി ഹനായി. എല്ലാ വലികളും താൻ തൻ്റെ ശൈഖപ്പോൾ, എൻ്റെ മുരീദുകൾ എന്നെപ്പോലെന്നോവർ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞപ്പോൾ മറ്റൊരു റബീഉ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. SIC ജിദ്ദ സെൻട്രൽ കമ്മിറ്റി വസന്തം 1442 എന്ന ഒരു പ്രമേയവുമായി ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രഗത്ഭരായ ഉസ്താദുമാർ വളരെ മനോഹരമായ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംഘാടകർ ഈ വിനീതനുമായി ബന്ധപ്പെടുകയും മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു ശർറഹുൽ അസീസ് തങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് എന്നാൽ കഴിയുന്ന രീതിയിലുള്ള വിഷയങ്ങളൊക്കെ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്നുള്ള രീതിയിൽ ഏറ്റെടുത്തതാണ്. SICയുടെ നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉബൈദുള്ള തങ്ങൾ അൽ ഹൈദറൂസി, SIC ജിദ്ദ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അൻവർ തങ്ങൾ, കോർഡിനേഷന്മാരായ ഉസ്മാൻ എടത്തിൽ സാഹിബ്, ജാബിർ നാദാപുരം, അബ്ദുള്ള തോട്ടക്കാട് തുടങ്ങിയ പ്രഗത്ഭരായ ആളുകൾ ഈ പ്രോഗ്രാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അമലുകളുടെ കൂട്ടത്തിൽ വലിയ ഭാരമുള്ളതായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി നമുക്ക് ദുആ ചെയ്യാം. മഹാന്മാരായ മശായിഖുൽ അഅ്ലാമിൻ്റെ ഗുരുത്വം കിട്ടാനുള്ള ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു ശർറഹുൽ അസീസ് തങ്ങളെക്കുറിച്ച് മാസങ്ങളോളം പറഞ്ഞാലും തീരാത്തത്ര വിഷയങ്ങൾ ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട അയിമ്മത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുകൾ നോക്കിയാൽ നമുക്കറിയാവുന്നതാണ്. ഹ്രസ്വമായ ഭാഷയിൽ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് ചില സംഭവങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. നാട്ടിലെ ഇൻ്റർനെറ്റിൻ്റെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ക്യാമറ ഓഫ് ചെയ്തുകൊണ്ട് വോയിസിൽ മാത്രം വരാം. കമാലും തമാമിൻ്റെയും സ്വാഹിബായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു മനുഷ്യനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അഭിവാജ്യ ഘടകമാണ്. അതെന്തിനാണ് എന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിനെ അറിയാനുള്ള വഴിയായിട്ടാണ് ബഹുമാനപ്പെട്ട അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്.
കിതാബുൽ ഇബ്രീസിൽ അബ്ദുൽ അസീസ് അദ്ദബ്ബാഗ് റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായി പറയുന്ന ഭാഗം കാണാം. ഇന്നൽ അബ്ദ ലാ യനാലു മഅരിഫത്തുല്ലാഹി തആല ഹത്താ യഅരിഫ സയ്യിദൽ വജൂദ്. നിശ്ചയമായും അടിമ അല്ലാഹുവിനെ അറിയില്ല ഹത്താ യഅരിഫ സയ്യിദൽ വജൂദ്, സയ്യിദുൽ വജൂദായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുന്നത് വരെ. എന്നാലാവട്ടെ ലാ യഅരിഫു സയ്യിദൽ വജൂദ്, സയ്യിദുൽ വജൂദായ ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല ഹത്താ യഅരിഫ ശൈഖഹു, അവന്റെ സ്വന്തം ശൈഖിനെ മനസ്സിലാക്കിയെടുക്കുന്നത് വരെ. അവന്റെ ഷെയ്ഖുൽ മശായിഖിനെ മനസ്സിലാക്കുകയും അങ്ങനെ ഷെയ്ഖുൽ മശായിഖിലൂടെ മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ മനസ്സിലാക്കുകയും അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കുകയും അങ്ങനെയാണ് അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള വഴി എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് അദ്ദബ്ബാഗ് റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഖാദിരിയ ത്വരീഖത്ത് അതുപോലെയുള്ള ത്വരീഖത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെടാൻ പറ്റുകയേ ഇല്ലാത്ത ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഈ വഴിയിലേക്ക് പ്രവേശിക്കുന്ന സുലൂക്കാകുന്ന സാലിക്കനിക്ക്, ഒരു മുരീദിനിക്ക് മുറാദാകുന്ന അള്ളാഹുവിനെ കണ്ടെത്തിക്കാനുള്ള വഴികളിൽ ഏറ്റവും പ്രധാനിയാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പരാമർശിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ഇബാദത്താണ്. കാരണം സ്വാലിഹീങ്ങളാണ്, സ്വാലിഹീങ്ങളിൽ തന്നെ ഏറ്റവും വലിയ പ്രമാണിയാണ്, വലിയ മറാത്തിബുകൾ കരസ്ഥമാക്കിയ ആളാണ് എന്ന് അർത്ഥശങ്കക്കടയില്ലാതെ നമുക്കൊക്കെ പറയാൻ പറ്റുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തി തന്ന വലിയ മഹാനുഭാവരാണ് എന്നർത്ഥം. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെക്കുറിച്ച് പ്രതിപാദിക്കലൊക്കെ ഇബാദത്താണ് എന്ന് നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാവണം നമ്മുടെ മശായിഖുൽ അഅ്ലാമിനെ ഓരോരുത്തരെയും പരാമർശിക്കേണ്ടുന്നത്. പരാമർശിച്ചിടത്തോളം ഇബാദത്ത് കിട്ടും, ഖൽബ് സോഫായി മാറും, പാറ പോലെയുള്ള ഖൽബ് രമ്യമായ രീതിയിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്നൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. റബീഉൽ ആഖിർ സമാഗതമായാൽ പരിശുദ്ധമായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ സ്മരിക്കാറുണ്ട്. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാവട്ടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കിടാവാൻ, അവിടത്തെ പേരക്കുട്ടിയാൻ. വാപ്പയിലൂടെയും ഉമ്മയിലൂടെയും അല്ലാഹുവിന്റെ ഹബീബിലേക്ക് ചെല്ലുന്നവർ. അൻതൽ ഹസൈനിയ വൽ ഹുസനിയ കുന്ത മഅ അബൻ വ ഉമ്മ ശരീഫൈനി ഖദ് ഇജ്തമഅ ഫകുന്ത ശംസൻ വ ബദ്റൻ നൂറൻ ഇൽതമഅ അൻതൽ അഹഖു ലിതുദ്അ മുഹയ്യദ്ദീനി. വാപ്പയിലൂടെ ഹസൻ തങ്ങളിലേക്കും ഉമ്മയിലൂടെ ഹുസൈൻ തങ്ങളിലേക്കും ചെല്ലുന്ന മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ശംസുമാണ്, ബദറുമാണ് എന്നാണ് കവികൾ രേഖപ്പെടുത്തിയത്. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ കുടുംബ പരമ്പരയിൽ തന്നെ ഔന്നിത്യമുള്ളവരാ. തന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ തന്നെ എല്ലാ ഖദറാത്തുകളിൽ നിന്നും മാറി നിന്നിട്ട് ഒരു വലിയ അത്ഭുതം സൃഷ്ടിച്ച മഹാനുഭാവരാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലയത്തോടാത്തോവർ. ചെറിയ പിഞ്ചു പൈതലായിരുന്ന നേരം 30 ദിവസവും പകലിന്റെ റമളാനിന്റെ പകലിൽ മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ മുലയെ തൊട്ടിട്ടേ ഇല്ല എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയും ചരിത്രം നമുക്കറിയാം. ശംസുദ്ധവാന്മാരായ
എല്ലാം കൊണ്ടും സംശുദ്ധവാന്മാരായ ഖദുറാത്തുകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് മോശം നേടിയ മഹത്തുക്കളിൽ നിന്ന് ഉത്ഭവിച്ച ഒരു സന്താന പരമ്പരയിൽ വലിയ കണ്ണിയാണ് മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വിലായത്തിന്റെ അലാ മഖാമ് തണ്ടിയ മഹാനുഭാവരുടെ ചരിത്രം രേഖപ്പെടുത്തിയെടുത്ത് കാണാം. മഹാനായ ഗൗസ് തങ്ങൾ ഈ വലിയ ഔന്നിത്യത്തിലേക്കെത്താനുള്ള കാരണം രേഖപ്പെടുത്തുന്നത് കാണാം. തന്റെ അദബ് കൊണ്ടാണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. ഗൗസ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഗൗസ് തങ്ങളെ, 25 ആണ്ടോളം നിങ്ങൾ ചുറ്റി നടന്നു എന്നുള്ള ഈ സംഭവം ബഹുമാനപ്പെട്ട ഗൗസ് തങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഈ 25 വർഷമെന്ന് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ തന്റെ 25 വർഷത്തെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ആ 25 വർഷത്തിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ആ 25 വർഷത്തിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, കുടിപ്പാനീയം അനുഭവിച്ചിട്ടില്ല, ഒന്നിന്റെയും സുഖം ഞാൻ എടുത്തിട്ടില്ല. തന്റെ ജീവൻ നിലനിൽക്കാൻ ജനങ്ങൾ കൊണ്ടുപോയി വലിച്ചെറിയുന്ന വേസ്റ്റ് തൊട്ടിയുടെ അടുക്കലേക്ക് ഞാൻ ചെല്ലും. ഒരു ഭാഗത്ത് നായകളുണ്ടാവും. നജസ് തട്ടിയിട്ടില്ല എന്ന് ഉറപ്പുള്ള ഭക്ഷണത്തിൽ നിന്ന് അല്പമെടുത്തിട്ട് ഞാൻ കഴിക്കും. എന്നിട്ട് ഞാൻ എന്റെ ജീവൻ നിലനിർത്തിയിട്ടുണ്ട്. പല സമയങ്ങളിലും പച്ചിലകൾ കഴിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത് എന്ന് മഹാനായ ഗൗസ് തങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എന്റെ ശരീരത്തിനെ പാകപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാ. എന്തേ കാരണമെന്ന് ചോദിച്ചാൽ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നാം ചെന്നാൽ, റബ്ബിന്റെ കോടതിയിൽ നാം ചെന്നാൽ സുഖമെടുത്ത സന്തോഷിച്ച അനുഭവിച്ച ഈ ശരീരത്തിനിക്ക് എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ കിട്ടും എന്നൊരുറപ്പില്ലല്ലോ. വമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്ന നൃത്തത്തെ വല്ലവരുത്തനും പേടിച്ചാൽ വനഹൻ നഫ്സ അനിൽ ഹവാ, അവന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ അവൻ നഹീ ചെയ്യും, അവൻ വിലങ്ങും. ഈ പരിശുദ്ധമായ ഖുർആനിന്റെ താൽപര്യമാ ഞാൻ എന്റെ ശരീരത്തിന്റെ ഹവകൾ, എന്റെ ഇച്ഛകൾ മുഴുവനത്തിനെയും മാറ്റിവെച്ചുകൊണ്ട് ഒന്നും ഒരു സുഖവും അനുഭവിക്കാതെ കണ്ട് 25 വർഷം ഞാൻ നടന്നിട്ടുണ്ട്. ഉറക്കനുഭവിച്ചിട്ടില്ല, ഭക്ഷണം അനുഭവിച്ചിട്ടില്ല, സുഖം അനുഭവിച്ചിട്ടില്ല, ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത ഈ നേരങ്ങൾ അങ്ങനെ കഴിച്ചുകൂട്ടി 25 വർഷം എന്റേത് കഴിഞ്ഞപ്പോൾ മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഹളറായിട്ട് പറഞ്ഞു, മകനെ ഒരുപാട് കാലമായില്ലേ നടക്കുന്നു, മോനെ ഒരുപാട് കാലമായില്ലേ നടക്കുന്നു, ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാറപ്പുറത്തന്നെ നിർത്തി. അവിടെ നിർത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നത് വരെ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അവിടെ നിന്ന് പോയി 1 കൊല്ലം കഴിഞ്ഞിട്ടാ മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ ഹാജറാകുന്നത്. കൊല്ലമൊന്ന് കഴിയുന്നത് വരെ രാത്രിയിൽ ആ പാറപ്പുറത്ത് തന്നെയാ. പകലിൽ നല്ല ചൂടോടെ ആ പാറപ്പുറത്ത് ഞാൻ നിൽക്കും. എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ അവിടെ നിന്ന് കീപ്പോട്ടിറങ്ങാനില്ല. ഞാൻ വരുന്നത് വരെ നിൽക്ക് എന്ന് പറഞ്ഞതാ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ അടുക്കലേക്ക് 1 വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നു. മോനെ നീ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ, വരാ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് വീണ്ടും തിരിച്ചുപോയി. മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വരുന്നത് വീണ്ടും 1 വർഷം കഴിഞ്ഞിട്ട്. 25 വർഷം തന്റെ ശരീരത്തിനെ പാകപ്പെടുത്തിയെടുത്ത തന്റെ ശരീരത്തിനെ പാറപ്പുറത്തിട്ട് ഉണക്കിയെടുക്കുന്നത് 2 വർഷമായി. 2 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും വന്നു മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം. ഖദർ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, മോനെ നീ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലേ, ഞാൻ വരാം എന്ന് പറഞ്ഞ് വീണ്ടും പോയി. തിരിച്ചു വരുന്നത് 3 വർഷം പൂർത്തിയായപ്പോൾ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, 3 വർഷം പൂർത്തിയായപ്പോൾ മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നു. മഹാനായ ഖദർ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട് ഗൗസ് തങ്ങളോട്, ഇഫ്തഹ് ഫാക്ക് ഫഫതഹ ഫാഹു. മഹാനായ ഗൗസ് തങ്ങളോട് പറയുന്നുണ്ട്, ഇഫ്തഹ് ഫാക്ക്, വായൊന്ന് തുറക്ക്. വായെന്ന് തുറന്നപ്പോൾ ഫഫതഹ ഫാഹു, അദ്ദേഹം വായ തുറക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ വായ തുറന്നു. ഫബസഖ ഫീ ഫമിഹി, അദ്ദേഹത്തിന്റെ മഹാനായ ഗൗസ് തങ്ങളുടെ വായിലേക്ക് അങ്ങ് തുപ്പിക്കൊടുക്കുന്നുണ്ട് മഅരിഫത്തിന്റെ ഉലൂമുകൾ യഥേഷ്ടം കിട്ടി മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക്. അവിടുന്ന് വലിയ ആരിഫായി.
28 വർഷം തന്റെ ശരീരത്തിനെ പാകപ്പെടുത്തിയിട്ട് എല്ലാം കൊണ്ടും കടഞ്ഞു തെളിച്ചെടുത്തു തന്റേതായിരിക്കുന്ന ശരീരത്തെ. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഗൗസ് തങ്ങൾ 28 വർഷം പൂർത്തിയായി. അപ്പോഴാണ് ഒരു ദിവസം വരുന്നത് മഹാനായ ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗസ് തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഹാജരാകുന്നു. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തന്റേതായിരിക്കുന്ന വല്യാപ്പയായ മുത്ത് ഹബീബിനെ കണ്ടപ്പോ തന്റെ ചുമലങ്ങ് താഴ്ത്തി വെച്ചുകൊണ്ട് തന്റെ ചുമൽ ഹബീബിന്റെ 2 കാലും നിൽക്കുന്ന രീതിയിൽ തന്റെ ചുമലിന്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങ് കീപ്പോട്ടിറങ്ങിക്കൊടുത്തു. അങ്ങ് ഇറക്കിയിട്ട് അവിടത്തെ 2 കാലും എടുത്തിട്ട് തന്റെ ചുമലിന്റെ മേലെ അങ്ങ് വെച്ചു കൊടുത്തു. മഹാനായിരിക്കുന്ന ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ അതപങ്ങ് കണ്ടിട്ട് അവിടുന്ന് പറയുന്നുണ്ട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയോട് പറഞ്ഞു കൊടുക്കാണ്, ഖദമി അലാ റഖബതിക വഖദമാക അലാ റഖബതി കുല്ലി വലിയ്യിൻ ലില്ലാഹ്. മോനെ അബ്ദുൽ ഖാദിർ, ഖദമി അലാ റഖബതിക, എന്റെ 2 കാലും നിന്റെ പെരടിക്ക് മുകളിലാ എന്നതുപോലെ വഖദമാക അലാ റഖബതി കുല്ലി വലിയ്യിൻ ലില്ലാഹ്, നിന്റെ കാല് എല്ലാ ഔലിയാഇന്റെയും പെരടിക്ക് മുകളിൽ എന്ന് വിളിച്ചു പറ എന്ന് അവിടുന്ന് കൽപ്പിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാ ആ നുബുവത്തിന്റെ വെളിച്ചം, ആ നുബുവത്തിന്റെ പാദം തന്റെ പെരടിക്ക് മുകളിൽ വച്ചു എന്നുള്ള കാരണം കൊണ്ടാ വിലായത്തിന്റെ പാദത്തിന്റെ മുകളിൽ വിലായത്തിന്റെ പാദത്തിന്റെ ചുവടിൽ ലോകത്തിലുള്ള എല്ലാ ഔലിയാക്കളും എന്ന് വിളിച്ചു പറയാൻ മഹാനായ ഹബീബിന്റെ കൽപ്പനയുണ്ടായതാ. നാം മനസ്സിലാക്കണം, മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ഈ ഔന്നിത്യമായ സ്ഥാനം കരഗതമാക്കാനുള്ള കാരണം ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഇൽമ നുകർന്നുകൊണ്ടിരിക്കുന്ന കാലം ഇബ്നു സക്കയുണ്ട്. ആ കാലയളവിൽ അബ്ദുള്ള എന്ന പേരിലുള്ള മറ്റൊരു കൂട്ടുകാരനുമുണ്ട്. 3 ആളും കൂടിയിട്ട് സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യുന്ന പരിപാടിയുണ്ട്. وكان ببغداد رجل يقال له الغوث يظهر إذا شاء ويختفي إذا شاء. അദ്ദേഹം ഉദ്ദേശിക്കുന്ന സമയത്ത് വെളിവാവുകയും അദ്ദേഹം ഉദ്ദേശിക്കുന്ന സമയത്ത് മറയുകയും ചെയ്യുന്ന ഒരു ഗൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ ബഗ്ദാദിലുണ്ടായിരുന്നു. فقصدنا زيارته انا وابن سقا والشيخ عبد القادر. അബ്ദുള്ള എന്നുള്ള മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഫഖസദ്നാ സിയാറതഹു, അദ്ദേഹത്തെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചു. ഇബ്നു സഖ, ഞാനും ഇബ്നു സഖയും, വശൈഖ് അബ്ദുൽ ഖാദിർ, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ തങ്ങളും. വഹുവ യൗമൈദിൻ ഷാബുൻ, അസമയത്ത് യുവാവാണ് മഹാനായ ഗൗസ് തങ്ങൾ. ഫഖാല ഇബ്നു സഖ വനഹ്നു സായിറൂൻ, ഞങ്ങളെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇബ്നു സഖ പറഞ്ഞു, ലഅസ്അലന്നഹു മസ്അലതൻ ലാ യദ്രി ലഹാ ജവാബാ, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കും, അയാൾക്ക് ഉത്തരം കിട്ടൂല, ഉത്തരം മുട്ടിക്കണ ചോദ്യം ഞാൻ ചോദിക്കും, ഞാൻ അതിനാ പോണത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ലഅസ്അലന്നഹു മസ്അല വഅൻദുറു മാ യഖൂലു ഫീഹാ, ഞാനും ചിലത് ചോദിക്കും, എന്താ അയാൾ പറയുന്നത് നോക്കാലോ. വഖാല ശൈഖ് അബ്ദുൽ ഖാദിർ, മഹാനായ ഗൗസ് തങ്ങൾ പറഞ്ഞു, മഅദല്ലാഹ്, അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, നിങ്ങൾ ഇങ്ങനെ ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ പോകുന്നത്? ഞാൻ പോകുന്നത് അൻ അസ്അലഹു ശൈഅ അന ബൈന യദൈഹി അൻതദിറു ബറകത റുയതഹു, ഞാൻ അദ്ദേഹത്തിനൊന്ന് കണ്ട് ബറക്കത്തെടുക്കാം എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പോകുന്നത്. ഫദഖൽനാ അലൈഹി ഫലം നറഹു ഇല്ലാ ബഅദ സഅ, ഞങ്ങൾ അവിടത്തേക്ക് ചെന്നു. ഫലം നറഹു ഇല്ലാ ബഅദ സഅ, കുറെ കഴിഞ്ഞിട്ടല്ലാതെ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടില്ല. ഫനളറ ശൈഖു ഇല ഇബ്നു സഖ മുഗ്ളിബൻ വഖാല വൈഹക യ ഇബ്നു സഖ തസ്അലനി മസ്അലതൻ ലാ അദ്രി ലഹാ ജവാബൻ ഹിയ കദാ വജവാബുഹാ കദാ. ആ ശൈഖ് തങ്ങൾ ഇബ്നു സഖയെ നോക്കിയിട്ട് പറഞ്ഞു, മുഗ്ലിബ, ദേഷ്യം പിടിച്ചുകൊണ്ട്, വൈഹക യ ഇബ്നു സഖ, നിന്റെ നാശം, നിന്റെ കേട്,
നിന്റെ പരാജയം തസ്അലനി മസ്അല, നീ എന്നോട് ചിലത് ചോദിക്കുമല്ലേ, ലാ അദ്രി ലഹാ ജവാബാ ഹിയ കദാ വജവാബുഹാ കദാ, നീ ചോദിക്കുന്ന ചോദ്യം ഇന്നതാണടാ, അതിന്റെ മറുപടിയും ഇന്നതാ. നീ ചോദിക്കണ്ട ചോദ്യം ഞാൻ പറഞ്ഞുതരാ, അതിന്റെ മറുപടിയും ഞാൻ പറഞ്ഞുതരാ. പറഞ്ഞു. എന്നിട്ട് ഇന്നി ലഅറാ നാറൽ കുഫ്രി തൽതഹിബു ഫീക, നീ എന്താ വിചാരിച്ചത്? ഇന്നി ലഅറാ നാറൽ കുഫ്രി തൽതഹിബു ഫീക, നിന്റെ മുഖത്ത് കുഫറിന്റെ തീജ്വാല ആളിക്കത്തുന്നതായി ഞാൻ കാണുന്നുണ്ട് എന്ന് മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പോയ ഗൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹാനുഭാവർ കുഫറിന്റേതായിരിക്കുന്ന നാറ് കണ്ടിട്ട് ഇബ്നു സഖയുടെ മുഖത്തിലേക്ക് നോക്കിയിട്ട് വല്ലാതെ കോപിച്ചുകൊണ്ട് പറയുന്നുണ്ട്. സുമ്മ നദറ ഇലയ്യ, പിന്നെ എന്നിലേക്ക് നോക്കി. അബ്ദുള്ള എന്നവർ പറയാ എന്നിലേക്ക് നോക്കി. വഖാല, എന്നിട്ട് പറഞ്ഞു, യാ അബ്ദല്ലാഹ് അതസ്അലനി അൻ മസ്അലത്തിൻ ലതൻദുറു മാ അഖൂലു മാ അഖൂലു ഫീഹാ ഹാദാ കദാ വജവാബുഹാ കദാ. വ അബ്ദുല്ലാഹ്, നീയും ചില ചോദ്യം ചോദിക്കുമല്ലേ, നിന്റെ ചോദ്യം ഇന്നതാ മറുപടിയും ഇന്നതാ. അദ്ദേഹത്തെയും വിട്ടു, അതബില്ലാത്തവർ എന്ന് പറഞ്ഞിട്ട് പിന്നെ മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളിലേക്ക് തിരിഞ്ഞു, അവിടത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, സുമ്മ നദറ ഇല ശൈഖ് അബ്ദുൽ ഖാദിർ വഅദ്നാഹു മിൻഹു വഅക്രമഹു, മഹാനായ ഗൗസ് തങ്ങളെ വല്ലാതെ ആദരിച്ചു ബഹുമാനിച്ചു. എന്നിട്ട് മഹാനായ ഗൗസ് തങ്ങളോട് പറയുന്നുണ്ട്, ലഖദ് അർളൈതല്ലാഹ വറസൂലഹു ബിഹുസ്നി അദബിക, നിങ്ങളുടെ അദബിന്റെ അങ്ങേ അറ്റമുള്ള വല്ലാത്ത മര്യാദ, ഈ മര്യാദ കാട്ടി എന്നുള്ള കാരണം കൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്, അവിടുത്തെ റസൂലിനെയും തൃപ്തിപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാ, നിങ്ങളുടേതായിരിക്കുന്ന കാലിന്റെ ചുവട്ടിലാണ് എല്ലാ ഔലിയാവും എന്ന് വിളിച്ചു പറയുന്ന നേരം വരാനുണ്ട് എന്ന് ഞാൻ കാണുന്നുണ്ട് എന്ന് മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോട് പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾ ഒരുപാട് പിന്നിട്ടു. ഇബ്നു സഖ വലിയ ആലിമായി ഇസ്തഗല ബിൽ ഉലൂമി ശർഇയ്യ حتى برئ فيها وفاق فيها كثيرا من أهل زمانه واشتهر بقطع من يناظره في جميع العلوم. ഒരുപാട് ഇൽമുകൾ കരഗതമാക്കി എല്ലാവരെയും പരാജയപ്പെടുത്തുന്ന ലോകം കണ്ട വലിയ ആലിമായി മാറി ഇബ്നു സഖ. അക്കാലയളവിലുള്ള വലിയ മണ്ഡനങ്ങളിൽ പേരുകേട്ട ആളായി, പ്രഭാഷകനായി, മുനാദറ നടത്തുന്ന ആളായി, വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന ആളായി, അത്രയും വലിയ മഹത്തരമുള്ള വലിയ ആളായി, ആളുകളൊക്കെ ആദരവോടുകൂടെ കാണുന്ന ആൾ. അങ്ങനെ റോമിലുള്ള ഒരു വലിയ രാജാവിന്റെ അടുക്കൽ ചെന്നു. നസ്രാനികളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നസ്രാനികൾ ഇദ്ദേഹത്തെ കൊണ്ട് പൊറുതിമുട്ടി. അപ്പോഴാണ് രാജാവിന്റെ മകളെ കാണാനിടയുണ്ടായത്. രാജാവിന്റെ മകളിൽ ആകൃഷ്ടനായി ഇബ്നു സഖ, മകളെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല അന്തൻതസിറ, നീ നസ്രാനിയായാൽ ഒഴികെ, നസ്രാനിയായാൽ നിനക്ക് കെട്ടിച്ചേരാൻ. അങ്ങനെ ഫതനസ്വറ, അയാൾ നസ്രാനിയായി. വതസവ്വജഹ, ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്തു. സുമ്മ മരിള, രോഗിയായി. അല്ലാഹു വലിയ അദാബിറക്കി രോഗിയാക്കിയപ്പോൾ കുടുംബങ്ങളൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കി. ആ കുടുംബങ്ങൾ മുഴുവനും ഒഴിവാക്കിയപ്പോ ഫഅൽഖൗഹു ബിസ്സൂഖ് യസ്അലുൽ ഖൂത, എന്തെങ്കിലും തരിയെ, തിന്നാൻ തരി, ഒന്നുമില്ല എന്റെ കയ്യിൽ എന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കുന്ന യാചകനായി മാറിയിട്ട് അവിടുന്ന് ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന വഴിവക്കത്തിരുന്നു കൊണ്ട് ഇങ്ങനെ പ്രയാസപ്പെട്ട് പൊറുതിമുട്ടിക്കഴിയുന്ന നേരത്ത് ഇദ്ദേഹത്തെ അറിയുന്ന ഒരാൾ അദ്ദേഹത്തെ കാണാനിടയുണ്ടായി. എന്തേ സംഭവം എന്ന് ചോദിച്ചു. സംഭവം പറഞ്ഞു കൊടുത്തു. ഞാൻ ചെറുപ്പത്ത് ഓതിപ്പടിക്കുന്ന കാലത്ത് ഇങ്ങനെയുള്ള ഒരു അദബുകേട് കാട്ടിയിരുന്നു. ആ അദബുകേട് കാരണം എന്നിൽ കുഫറുണ്ട് എന്ന് അന്ന് ആ വലിയ പരാമർശിച്ചിരുന്നു. അത് എന്നിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയുള്ള ഈ സബബുകളെ മുഴുവനും രേഖപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖാല ലഹു ഹൽ തഹ്ഫദ് ശൈഅൻ മിനൽ ഖുർആൻ, നിങ്ങൾ വലിയ ആലിമായിരുന്നുവല്ലോ, നിങ്ങളുടെ ഇൽമിൽ വല്ലതും ഖുർആനിൽ വല്ലതും നിങ്ങൾക്ക് ഹിഫ്ളുണ്ടോ, വാക്കിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഖാല ലാ ഇല്ലാ ഖൗലുഹു തആല, അല്ലാഹുവിന്റെ ഒരു വാക്കൊഴികെ ബാക്കിയുള്ളൊന്നും എനിക്ക് ഓർമ്മയില്ല.
ഏതാണെന്നറിയോ? റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. കാഫിരീങ്ങളായ ആളുകൾ അവർ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമുണ്ട്, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കൊതിക്കുന്ന ഈ ഒരൊറ്റൊരായത്തല്ലാത്ത വേറൊന്നും എന്റെ മനസ്സിൽ ഓർമ്മയില്ല, ബാക്കിയുള്ളതെല്ലാം മറന്നുപോയിട്ടുണ്ട് എന്ന് മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ കൂടെ പോയി അദബുകേട് കാട്ടിയ ഈ ഇബ്നു സഖ പറയുന്നുണ്ട്. മഹാനായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ ഈ സംഭവങ്ങളൊക്കെ ഫതാവൽ ഹദീസിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അദബ് കൊണ്ട് നേടിയെടുക്കേണ്ടതൊക്കെ നേടിയെടുത്തു. പക്ഷേ ഇതെങ്ങനെ സമൂഹത്തിലേക്ക് വിളമ്പിക്കൊടുക്കും? ഈ പരിശുദ്ധമായ പായസം ഇതെങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ന് പേടിച്ചുകൊണ്ട് മഹാനായ ഗൗസ് തങ്ങളൊന്നും പറയാതെ മിണ്ടാതെ നിൽക്കുമ്പോഴാ മുത്ത ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയുന്നത്, മോനെ അബ്ദുൽ ഖാദിറെ, പറയണം, വാഴ് ഉപദേശിക്കണം ജനങ്ങളെ. ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ തന്റെ മനസ്സിന്റെ വിഷമമങ്ങ് അറിയിക്കുകയുണ്ടായി ഹബീബായ നബി തങ്ങളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് പരിഹാരം നിർദ്ദേശിച്ചു. ആ പരിഹാരത്തിന് ശേഷം എല്ലാ വ്യാഴാഴ്ചയും മഹാനായ ഗൗസ് തങ്ങൾ ഖുതുബ നടത്തും, എല്ലാ വ്യാഴാഴ്ചയും വഅദ് നടത്തും, പ്രഭാഷണം നടത്തും. വ്യാഴാഴ്ചകളിലുള്ള അന്നേത്തെ പ്രഭാഷണം കേൾക്കാൻ ബഗ്ദാദിൽ ജനനിബിഡമാകും, തടിച്ചുകൂടും. 10,000-കണക്കായ ആളുകൾ, 70,000, 80,000, ലക്ഷക്കണക്കായ ആളുകൾ തടിച്ചുകൂടും അന്നത്തെ മജ്ലിസിൽ കൂടാൻ വേണ്ടിയിട്ട് ബഗ്ദാദിന്റെ പട്ടണങ്ങളിലേക്ക് ജനങ്ങൾ വന്നിട്ട്, ഞങ്ങൾക്കൊന്ന് ജോലി തരുമോ, ശമ്പളം വേണ്ട, വ്യാഴ്ച വരെയുള്ള ഭക്ഷണവും താമസ സൗകര്യവും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ ബഗ്ദാദിലേക്ക് കൂപ്പുകൂത്തിയിട്ട് വരാറുണ്ടായിരുന്നു. അങ്ങനെ ജനനിബിഡമായി കഴിഞ്ഞിരുന്ന ആ വലിയ മഹാസദസ്സിനെ മഹാനായ ഗൗസ് തങ്ങളുടെ കറാമത്ത് കൊണ്ട് മുഴുവൻ ആളുകൾക്കും അന്ന് കേൾപ്പിക്കാൻ മഹാനായ ഗൗസ് തങ്ങൾക്ക് കഴിയുമായിരുന്നു. ആയിരക്കണക്കായ ആളുകൾക്ക് ഒരു മഴുക്കിന്റെ ഒരു വാസിതയുമില്ലാതെ, ഒന്നിന്റെയും സഹായമില്ലാതെ മഹാനായ ഗൗസ് തങ്ങൾ ഇങ്ങനെ കേൾപ്പിക്കും. അവസാനം വയലങ്ങ് കഴിഞ്ഞു നോക്കിയാൽ സദസ്സിൽ ഒട്ടനവധി ആളുകൾ ബോധം കെട്ട് വീണ് കിടക്കുന്നുണ്ടാവും. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾക്ക് ഹബീബിൽ നിന്ന് കിട്ടിയ ശരീഅത്തും ഖദർ അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് കിട്ടിയ മഅരിഫത്തിന്റെയും ഉലൂമുകൾ സമ്മേളിച്ചുകൊണ്ട് ഇതങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോ നാം മനസ്സിലാക്കണം, അദബ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതൊന്നുമില്ല. തസൗഫ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി അദബ് പാലിക്കുക എന്നുള്ളത് തന്നെ. താൻ ഇഷ്ടപ്പെടുന്ന തന്റെ മശായിഖുൽ ഉളാമിന്റെ മുന്നിൽ സർവ്വ ആയുധം വെച്ച് കീഴ്പ്പെട്ടോ, എന്നാൽ നേടേണ്ടുന്നതൊക്കെ നേടേണ്ടുന്ന കോലത്തിൽ അവിടെ ഫന ആയാൽ ബഖാ വേണ്ടുന്നിടത്തൊക്കെ ബഖാ ആവാൻ കഴിയും. എത്രയോ സംഭവങ്ങൾ ഗൗസ് തങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പറയാനുണ്ട്. സമയം നീണ്ടു പോകുമെന്നുള്ള പ്രയാസം എന്ന് കണക്കിലെടുത്തുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടത്തെ മുരീദന്മാർക്ക് വേണ്ടുന്നതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുരീദി ലാ തഖഫ് റബ്ബി കരീമുൻ, എന്റെ മുരീദന്മാരാരും പേടിക്കണ്ട, എന്റെ അല്ലാഹു എന്റേതായിരിക്കുന്ന റബ്ബ് കരീമാ, ആ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് ആ ബഹുമാനിതനായ റബ്ബിനോട് എനിക്ക് വാങ്ങേണ്ടുന്നതൊക്കെ വാങ്ങിയിട്ട് എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നവരൊക്കെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊള്ളും എന്ന് മഹാനായിരിക്കുന്ന ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖിയാമത്ത് നാൾ വരെ മറ്റുള്ള മശായിഖുലൂടെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് നാം കണ്ടെത്തണം. മശായിഖുൽ ഉളാമിനെ കണ്ടെത്തിയിട്ട് ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി മാറ്റണം, ഹൃദയത്തിന്റെ കാതലാക്കി മാറ്റണം. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അതിലൂടെ ഹബീബിലേക്ക് എത്തണം. അതിലൂടെ അല്ലാഹുവിനെ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് കഴിയണം. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ലാഹിരീന അലൽ ഹഖി ഹത്താ യഅതി അംറുല്ലാഹി ലാ തസാലു തായിഫ, ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ഹബീബ് പറഞ്ഞു തന്ന ഈ പരിശുദ്ധമായ പാർട്ടി, പരിശുദ്ധമായ വിഭാഗം, അത് അല്ലാഹുവിന്റെ ഔലിയാ ആണ് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഈ പരിശുദ്ധമായ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ മൽഹറുദാത്തുൽ ഹഖായ ദാത്തിന്റെ മൽഹറാണ് ഈ മശായിഖുൽ ഉളാം. അവരെ കണ്ടെത്തിയിട്ട്
അള്ളാഹുവിന്റെ ദാത്തിനെ മനസ്സിലാക്കാൻ അവരിലൂടെയല്ലാതെ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു തന്റെ തഫ്സീറിൽ ഫാത്തിഹ സൂറത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മഹാന്മാരായ മശായിഖുൽ ഉലമാമിനെ പുൽകണം, അത് കണ്ടെത്തണം, അതിന്റെ വഴികൾ നോക്കണം, തേടണം, നടക്കണം. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമാവണം. അല്ലാഹു തആല മശായിഖുൽ ഉലമാമിനെ കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ കൂടെ ദുനിയാവിലും ആഖിറത്തിലും കൂടാൻ, മഹാന്മാരായ മശായിഖുൽ ഉലമാമിനെ ഖിദ്മത്ത് ചെയ്യാൻ, പാദസേവ ചെയ്യാൻ അല്ലാഹു തആല നമുക്കും നമ്മുടെ ബന്ധുമിത്രാദികൾക്കും നാമുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ യഥാർത്ഥ ഖാലിസീങ്ങളായ മുരീദന്മാരിൽ, അവിടുത്തെ സച്ചരിതരായ മുരീദന്മാരിൽ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് കാരണം ഹബീബിന്റെ ജവാറിൽ ഈ മശായിഖുൽ ഉലമാമോട് കൂടെ കൂടണം. സന്തോഷത്തിൽ, റാഹത്തിൽ അവരുടെ കൂടെയുള്ള സംഗമം വല്ലാത്ത അനുഭൂതി ഉണ്ടാക്കുന്ന സംഗമമാ. അതിൽ സംഗമിക്കണം. അല്ലാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ. സമയം വൈകുമെന്നുള്ള ഭയപ്പാട് കൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.